മമ്മി തയ്ക്കാൻ വേണ്ടി വരച്ച് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അന്നൊരു വീഡിയോ എടുത്തേക്കാം, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാമല്ലോ എങ്ങനെ ഏപ്രിൻ തയ്ക്കുന്നതെന്ന്. ഇപ്പം മാർക്കറ്റിൽ തുണി കൊണ്ടുള്ള ഏപ്രിൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. എല്ലാം പ്ലാസ്റ്റിക്കാണ്. അതാണ് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കീറിയും പോകും. നമ്മുടെ കമ്പനിയിലുണ്ടായിരുന്നു, എല്ലാം കീറിപ്പോയതുകൊണ്ട് എന്നാൽ തുണി കൊണ്ട് തയ്ക്കാം എന്നോർത്തു. അപ്പം ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തയ്പ്പിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നതാണ്. മമ്മി മാർക്ക് ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പം ഇനി വഴിയെ കാണാം. ആദ്യം അടിയിൽ നിന്നാണ് വെട്ടണേ? ഇതാണ് ഷേപ്പ് അടിഭാഗത്തെ അല്ലേ? ആ ആ എന്തോ ഓറഞ്ച് ഉണ്ടോ? ആ ആ ആ ഓറഞ്ച്. എന്തോ ഓറഞ്ച്. റേച്ചലിൻ്റെ ഫേവറേറ്റ് കളറാണ് ഓറഞ്ച്. ഇതെന്നാ അമ്മി വെട്ടിയേക്കണേ? പോക്കറ്റ് അല്ലേ? ഒരു പോക്കറ്റേ ഉള്ളൂ അല്ലേ? എല്ലാ ഏപ്രിലും ഓരോ പോക്കറ്റ് വെച്ചിട്ട് വേണ്ട, ഒരെണ്ണം മതി. ബാക്കി വള്ളി അല്ലേ? അപ്പം വെട്ടി ഇത് കഴിഞ്ഞു അല്ലേ? വെട്ടൽ കഴിഞ്ഞു. ഇനി വേണ്ട, ഒരെണ്ണം മതി. ഒരു പോക്കറ്റ് മതി. ബാക്കി വള്ളിക്കല്ലേ? ഓക്കെ. സൈഡ് പിടിപ്പിക്കാനും. അപ്പം ഇനി നമുക്ക് ആ ഈ ഷേപ്പ് അല്ലേ? മമ്മി ഉടുപ്പ് വെച്ച വീഡിയോയ്ക്കകത്ത് എന്നോട് പറഞ്ഞു മമ്മിക്ക് മോട്ടറുള്ള മെഷീൻ മേടിച്ചു കൊടുക്ക്, മോട്ടർ വെച്ച് തയ്ക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മോട്ടർ? മമ്മിക്ക് മോട്ടർ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് ഇപ്പം മോട്ടർ കൊണ്ട് തയ്ക്കാത്ത എന്താണ്? ഞാൻ ആർക്കും ഇതിന് റിപ്ലൈ കൊടുത്തില്ല. മമ്മിക്ക് ഓൾറെഡി മോട്ടർ ഉണ്ടായിരുന്നതായിരുന്നു. അത് കഴിഞ്ഞ് മമ്മി മോട്ടർ ഊരി വെച്ചതാ അല്ലേ? എർത്ത് വന്നപ്പോൾ മമ്മി പേടിച്ചു പോയി. അപ്പോൾ പിന്നെ മോട്ടർ വെച്ചില്ല. വേറെ പുതിയ മോട്ടർ മേടിക്കാത്ത എന്തായിരുന്നു? മമ്മിക്ക് കാലുകൊണ്ട് ചവിട്ടി തയ്ക്കുന്ന കംഫർട്ട് അല്ലേ കുറച്ചും കൂടെ? അപ്പൊ കാലിനൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. ആ മോട്ടർ ഇപ്പോഴും ഉണ്ട്. ആ എത്ര വീതി വേണോ വണ്ടി വെട്ടാൻ? ആ ആ ആ ആ ഇതെല്ലാം നാലും ഒരുമിച്ചിട്ടാണ് വെട്ടണത് അല്ലേ? മമ്മി ഇതിനു മുമ്പ് ഏപ്രിൽ തയ്ച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് തയ്ക്കുന്ന? ആ ആ ആ ഇത് എന്ത് ടൈപ്പ് തുണിയാ? അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണിയാണ്. ഈ കിച്ചൺ ടവലൊക്കെ യൂസ് ചെയ്യുന്ന തുണിയല്ലേ ഇത്? ആ അടിപ്പാവാടയൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആ ടൈപ്പാണോ? അതുപോലെ തന്നെ കോട്ടൺ ആണ്, കട്ടിയുണ്ട്. ആ ആ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ട് ഈ കഴുത്തിൻ്റെ അവിടെയും കെട്ടുന്നത് മതിയെന്ന്. അതായത് കുഴ പോലെ വെക്കണ്ട, കെട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കഴുത്തിൻ്റെ അവിടെയും. അപ്പോൾ പടി വെക്കാനുള്ളതും വള്ളി വെക്കാനുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തയ്ക്കുന്നത് കാണാം അല്ലേ മമ്മി? വള്ളി അടിക്കുവാ അല്ലേ? ആദ്യം വള്ളി അടിച്ചു വെച്ചു. ആദ്യം നമ്മൾ പോക്കറ്റ് ഇങ്ങനെ വെക്കണം അല്ലേ? എവിടെയാ വെക്കുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട്. ആ ഡബിൾ സ്റ്റിച്ച് അല്ലേ? പടിയോ? ആ സൈഡിൽ കൂടെ പടി വെച്ചടിക്കും അല്ലേ? വള്ളിയും പിടിപ്പിക്കുന്നു. വള്ളി
പറയുമ്പോൾ എളുപ്പാ. അല്ലെങ്കിൽ എളുപ്പമാണ് ഏപ്രിൽ തയ്ക്കാൻ പൊതുവേ. പിന്നെ അങ്ങോട്ട് പിടിക്കുന്ന മാത്രം. ഒരു 2 പോക്കറ്റും അടിച്ചു കഴിഞ്ഞു. സൈഡ് അടിക്കുക, കൊള്ളി അടിക്കുക. ഈ സൈഡിൽ പടി വെക്കണ എന്തുകൊണ്ടാ? ഈ വീതി ഇച്ചിരി കുറവായതുകൊണ്ട്. വീതി കുറവായതുകൊണ്ടല്ലേ? ഇതിങ്ങനെ മടക്കി തയ്ച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ മടക്കി തയ്ച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ പടി വെച്ചിട്ട് അടിക്കണം. അപ്പൊ ഇവിടെ ഇച്ചിരി 1/2 മീറ്ററിന്റെ അടുത്തുണ്ടായിരുന്നു ഇങ്ങനെ. അതുകൊണ്ട് അല്ലെങ്കിൽ ചുറ്റും ഏകദേശം എന്തോരം വീതി വേണം ഒരു ഏപ്രിൽ തയ്ക്കാൻ ഇവിടെ? മടക്കി കൂടെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഒരു 24 23 വണ്ണം ഉള്ളവർക്കാണെങ്കിലും 24-23 മതി. ഇതെവിടെ വെക്കണം? മേളിലല്ലേ? മുഴുത്ത വള്ളി. വെളുത്ത വള്ളിയിൽ വെക്കണ എങ്ങനെയാ? വള്ളി വെക്കണ എങ്ങനെയാ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് അടിച്ചു പോകും. ഉള്ളി കയറ്റിയിട്ടല്ലേ? തീരാറായോ മീ? തീർന്നു. ഇതന്നെ ഈ കളർ വള്ളി ഇതിന് തികഞ്ഞില്ല. തേങ്ങില്ലാത്തോണ്ടല്ലേ? ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏപ്രിൽ തയ്ക്കാൻ അറിയാവുന്നവർക്ക് വീട്ടിൽ തയ്ച്ച് ഉപയോഗിക്കാം. എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ പോക്കറ്റിൽ വെച്ച് ഇത് കാണിക്കണം. അപ്പം ഇട്ട് കാണിക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അറിയണല്ലോ. ഇത് വള്ളി പുറകെ കെട്ടുക. അതെ, ഏപ്രിലായി. അപ്പം അമ്മമ്മ സ്പെഷ്യലിലേക്ക് മമ്മിയുടെ വക ഏപ്രിൽ. അതിൻ്റെ വേറെ വേറെ കളേഴ്സാണ് ഈ കിടക്കുന്നത്. 4 ഏപ്രിൽ.